പ്രിയങ്കരനായ അശോകനെ RC എലക്ട് റീജിയണൽ ചെയർമാൻ. ഇപ്പോൾ മുതൽ അദ്ദേഹം നിയുക്ത റീജിയണൽ ചെയർമാൻ തന്നെയാണ്. തീർച്ചയായും നമ്മുടെ ക്ലബിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വീകരിച്ച് വേദിയിൽ ഇരുത്തിയ ശേഷം വേണം നമുക്ക് സഭാ നടപടികൾ ആരംഭിക്കാൻ. വേദിയിലേക്ക് ആനയിക്കാൻ വേണ്ടി ഞാൻ തന്നെ അദ്ദേഹത്തെ ആനയിച്ചിരുത്തിയതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെ തീർച്ചയായിട്ടും നമ്മൾ വേദിയിലേക്ക് ഇരുത്തുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ രാഘവേട്ടനെയാണ് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തെ ഷാളണിയിച്ച് ആദരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. എന്നാലും അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും അതുപോലെ തന്നെ ഇനി മുകളിലേക്കുള്ള പടവുകളിലേക്ക് കയറാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യാതൊരു തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം പറയാം. വനിതാ ദിനത്തിന്റെ അന്ന് ഞങ്ങൾ ഏതാണ്ട് 10-12 പേരോടും അവിടെ പോയി. ഞങ്ങൾക്ക് ഏതാണ്ട് വലിയ എമൗണ്ട് ഒന്നും അല്ല, ഒരു 3-4,000 രൂപയിലധികവും ഞങ്ങളെല്ലാവരും വണ്ടി എടുത്ത് പോയ എക്സ്പെൻസേ ഉള്ളൂ. അത് ക്ലബിലേക്ക് എഴുതിയെടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇവരാരും, ഞാൻ പറഞ്ഞപ്പോൾ പോലും ആരും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ ആരും കാശ് തരണ്ട, മുടക്കിയവരുണ്ട്, അവർക്ക് ഷെയർ കൊടുക്കണ്ട, നമുക്കിത് ക്ലബിലേക്ക് വേണ്ട. അപ്പം അത്തരത്തിലുള്ള മൈൻഡുള്ള ഇത്രയും വിശാല ഹൃദയമായിട്ടുള്ള ഒരു ക്ലബ്ബ്, ഒരു പ്രസ്ഥാനം ആയതുകൊണ്ടാണ് സാധാരണഗതിയിലേക്ക് എല്ലാവരും പറഞ്ഞേക്കാം, അപൂർവം ചിലരൊഴികെ ബാക്കി പ്രസിഡൻഷ്യൽ പദം ഒഴിവാക്കുന്ന സമയത്ത് 0 ബാലൻസ് ആയിരിക്കും. കാരണം അതെല്ലാം ചിലവായിട്ടുണ്ടാകും. ഇപ്പം ഏതാണ്ട് 70,000 മേലെ നമുക്ക് ഇത് കൃത്യമായിട്ട് നമ്മുടെ ട്രഷറർ വിജയൻ സാർ അത് പറഞ്ഞുതരും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പങ്ക്ച്വലായി പോകുന്നു. ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മുടെ ക്ലബിന്റെ അഭിമാനമായ അശോകേട്ടൻ റീജിയണൽ ചെയർമാനായി എലക്റ്റായ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ഇതിന്റെ തീരുമാനപ്രകാരം സ്വാമിച്ചേരിയിലുള്ള ഒരു സിവിൽ പെൻഷൻ 7,500 രൂപ രോഗികളുടെ ചികിത്സാ സഹായം കൈമാറി. വനിതാ ദിനത്തിൽ വട്ടത്തുള്ള അകലമണ്ഡലത്തിൽ 5,000 രൂപയിലധികം വില വരുന്ന മധുരപലഹാരങ്ങളും ബേക്കറി ഫ്രൂട്ട്സ് മുതലായവ കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ അന്തേവാസികളുടെ കൂടെ 2 മണിക്കൂറിലധികം അവരോടൊന്നിച്ച് കലാപരിപാടികളും മറ്റും അവതരിപ്പിച്ചത് അന്തേവാസികൾക്ക് പുത്തൻ അനുഭവമായി മാറി. 1 വർഷം മാത്രം പ്രായമാവാൻ പോകുന്ന പ്രസ്ഥാനത്തിൽ അടുത്ത RC ഇലക്റ്റായി നമ്മുടെ അശോകേട്ടൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് ക്ലബിന്റെ അഭിമാനമായി. ഈ റിപ്പോർട്ട് നമ്മുടെ ഈ ജനറൽ ബോഡി മുമ്പാകെ ഷാജി പറഞ്ഞ മാതിരി അധികം ഉപയോഗിക്കേണ്ടി വന്നില്ല അംഗങ്ങളുടെ ലഭ്യമായ സഹായം. അതല്ല, ഈ മാസം മാർച്ചില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1,000 രൂപ നമ്മളെ ആ കിഡ്നി പേഷ്യന്റിന് കൊടുക്കാനുള്ള ഇത് ഷോർട്ട് ഫോൾ 6,500 നമുക്ക് ഇത് സംഭാവനയായിട്ട് കിട്ടിയത്. 7,500 നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ 1,000 രൂപ മാത്രമേ ക്ലബിൽ നിന്ന് എടുത്തിട്ടു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിട്ടിയുടെ അടുത്ത ഐറ്റം നമ്മുടെ റീജിയണൽ ചെയർമാന്റെ സ്ഥാനാരോഹണത്തിന് മുന്നേയുള്ള നമ്മുടെ ക്ലബിലെ ആഘോഷ പരിപാടികളാണ്. അതൊരു കേക്ക് കട്ടിങ്ങിലൂടെ നമ്മളിന്ന് നിർവഹിക്കുകയാണ്. അതുകൂടാതെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ധന്യയ്ക്ക് കേക്ക് കട്ടിങ്ങോട് കൂടി ധന്യയുടെ പിറന്നാളും ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഏവരെയും ജ്യേഷ്ഠ സഹോദരനായി നമ്മളേവരും സ്നേഹിക്കുന്ന അശോകേട്ടൻ ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ആശംസകളും. Happy birthday to you. Happy birthday to you. Happy birthday to you. May the
ഈ ഒരു അച്ചീവ്മെന്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രസിഡന്റ് വന്നത് ഇതുവരെ ഈ 5 വർഷത്തേക്കുള്ള ഈ കാര്യം ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ മുമ്പ് ഒരു ഡിസ്ട്രിക്ട് ഗവർണറെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ക്ലബിൽ നിന്ന് നോമിനേഷൻ കൊടുക്കും. ഒരു 4-5 ആൾക്കാർ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ മത്സരം ഈ മത്സരം എന്ന് പറയുമ്പോൾ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പിന്നെ ഒരു ആക്രമണം പ്രത്യാക്രമണം അതില്ലാതെ ഒരു മത്സരം നടത്താൻ ഒരിക്കലും പറ്റില്ല. സൗഹൃദം മുമ്പിൽ വെച്ചുകൊണ്ട് മത്സരം നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനെന്താന്ന് പറയാൻ മുമ്പൊക്കെ ഇത് സംഭവിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈശ്വര പ്രസ്ഥാനത്തിന് പുറത്തേക്ക് വരാനുള്ള കാരണവും അത് തന്നെയാണ്. അതിന്റെ 2 ഗ്രൂപ്പായി മാറി, 2 സംഘങ്ങളായി മാറി. അന്നേരം അവരെ മത്സരിച്ച് തോറ്റവരും ജയിച്ചവരും നമ്മളെല്ലാം ആ ഒരു കെമിസ്ട്രി എപ്പോഴും അത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് യങ് മൈൻസ് നമ്മൾ ഇത് പിറവി എടുക്കുമ്പോൾ തന്നെ നേതാക്കന്മാരെല്ലാവരും തീരുമാനിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇന്റർനാഷണൽ ഒരു നല്ലൊരു സ്ഥാനം ഉറപ്പിക്കുന്ന ഇതുവരെ ഒരു 5 വർഷത്തേക്ക് ഇലക്ഷൻ ഇല്ലാതെ നമ്മളൊരു സെനറ്റ് ഓരോ ഡിസ്ട്രിക്റ്റിനായാലും റീജിയനായാലും ഏരിയക്കായാലും ഇന്റർനാഷണൽ ആയാലും ഒരു സെനറ്റും പ്രൊസീഡിയറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സെനറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5-6 മെമ്പർമാരുള്ള ഒരു സെനറ്റാണ്. ആ സെനറ്റ് എന്ന് പറയുന്നത് സീനിയർ ആയിട്ടുള്ള മെമ്പർമാര് അവർക്കറിയാം ആരൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത്. ഞാൻ ഇത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23-ാം തീയതി പ്രസിഡന്റൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ പല ആൾക്കാരും ഇതിന്റെ ബേസ് എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം ചെയ്തു എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഉത്തരം മൈക്കിൾ സാറും പിന്നെ നമ്മുടെ ആൻഡോ സാറൊക്കെ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതേപോലെ രഞ്ജിത്ത് മാഷൊക്കെ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ഡിസ്ട്രിക്ട് ഗവർണർ ഇതിൽ ഡിസ്ട്രിക്ട് ഗവർണറെ തിരഞ്ഞെടുക്കുമ്പോൾ അത് സെനറ്റ് ഇപ്പൊ നമ്മളൊരു ക്ലബ്ബ് നമ്മളിപ്പോ ഒരാളെ നോമിനിയായിട്ട് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ സെനറ്റാണ് തീരുമാനിക്കുന്നത് ഇയാള് DG സ്ഥാനത്തിന് അർഹനാണോ ഇല്ലയോ എന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓറലായിട്ട് ഇവിടുന്നപ്പോ നമ്മള് പിന്നെ ഇങ്ങനെ അതിപ്പോ 3 ആളെ ഇവിടെ തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഈ 3 ആളുകൾ എന്ന് പറയുന്നത് അത് അർഹതപ്പെട്ട ആളാണ്. അപ്പൊ സെനറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു മെമ്പർ അല്ല, എത്രയോ വർഷങ്ങളായി 25-30-35 വർഷം ഇതിൽ പയറ്റി തെളിഞ്ഞ എല്ലാ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പം ഒരു ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അടുത്ത ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് ഗവർണറാണ്. ആ ഡിസ്ട്രിക്ട് ഗവർണർ നമുക്ക് പറ്റുന്ന ഒരാളില്ലെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ എല്ലാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വച്ഛർക്ക് എല്ലാ നേരത്തിലേക്കുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാകും. എന്താണെന്ന് പറഞ്ഞാൽ ചെയർമാനെയും കൂടെ പറ്റുന്ന ഒരാളായിരിക്കണം ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് വരേണ്ടത്. അപ്പൊ അതിന് വേണ്ടുന്ന നീക്കങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അഥവാ അർഹതപ്പെട്ട കരങ്ങളിൽ അത് എത്തിച്ചേരും ആരായിരുന്നാലും. അത് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞാൽ നമ്മൾ വെറുതെ മത്സരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇത് പറഞ്ഞാൽ അത് വേണ്ടുന്ന ആൾക്കാർക്ക് കൃത്യമായി ആ സ്ഥാനം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പനക്കുണ്ട്. അതുപോലെ തന്നെ ഇനി ചെയർമാൻ ആയി കഴിഞ്ഞാലും അടുത്ത ചെയർമാൻ ഇലക്റ്റായിട്ട് വരേണ്ട ആരാണ് എന്നുള്ളത് പിന്നെ ഇതിൽ കൃത്യമായ ഒരു രൂപരേഖയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ആൾക്കാരെ വരുള്ളൂ. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ എപ്പോഴും പറയുന്ന ഒരു വാക്കിനെ വീണ്ടും എടുത്തു പറയുന്നത്, തലപ്പുറ സിറ്റി ക്ലബിനെ സംബന്ധിച്ച് എപ്പോഴും എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു കൂട്ടായ്മയുള്ള ഒരു ക്ലബ്ബാണ് എന്നുള്ള ഒരു പിന്നെ ഇത് റീജിയണലായാലും ഡിസ്ട്രിക്റ്റിലായാലും ഉണ്ട്. അത് നമ്മൾ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുക. അത് പറഞ്ഞാൽ എല്ലാവരും കൂട്ടായ്മ ഒരു നല്ല കൂട്ടായ്മയായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് മാത്രം ഇത് അഭ്യർത്ഥിക്കാനുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much for the nice words. Next, our district advisor, Advocate Venugopal. വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. 2 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ പ്രിയപ്പെട്ട ധന്യ അനിലിൻ്റെ ജന്മദിനം വളരെ ആഘോഷപൂർവ്വം നല്ല കേൾക്കുന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ ഏറെ പ്രിയങ്കനായ നമ്മുടെ അശോകേട്ടൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിക്ക് നമ്മൾ നൽകിയ ഒരു വലിയ സ്നേഹാദരം. നന്നായി പണിയെടുത്തിട്ട് LRD ആയ ആളാണ്. LRD ആയ ആൾക്ക് മാത്രമേ പഴയ സ്ഥാനത്തിന് എന്താൻ പറ്റുള്ളൂ, ആദ്യം പറ്റുള്ളൂ. പിന്നെ അങ്ങനെയുള്ള ഒരേ ഒരാളെ അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ
നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വൈസ് ചെയർമാൻ എന്നുള്ള ഒരു പോസ്റ്റ് നൽകി അദ്ദേഹത്തിന് ആദരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിലേക്ക് വരെ ഏറ്റവും അർഹനായ ഒരു വ്യക്തി അശോകനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്ലബിന് ഉപദേശം നൽകുവാനായാലും ഏത് കാര്യത്തിലായാലും നമ്മൾ അദ്ദേഹത്തിന് വാക്ക് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വരുന്ന 5 വർഷത്തേക്ക് DG, അതുപോലെ RC, അതുപോലെ നമ്മുടെ ഏരിയ പ്രസിഡന്റ്, IP ഇന്റർനാഷണൽ പ്രസിഡന്റ്, ഈ 4 സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് പാടില്ല എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അതിന് പിന്നെ നമ്മുടെ ക്ലബിനെ പ്രതികരിച്ച് നമ്മുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ ശ്രീ രമേശ് കൊയ്ലിയും അതിൽ പങ്കെടുത്തിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്. അവര് വൈകിയാണ് എത്തിയത് എങ്കിൽ പോലും അന്ന് ചില ചോദ്യങ്ങൾ വരുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ ചോദിച്ചതാണ് ഈ പ്രസ്ഥാനത്തിന് പഴയ ആൾക്കാരൊന്നല്ല ചോദിച്ചത്, അവർക്ക് അറിയില്ല ക്ലബ്ബ് പ്രസിഡന്റുമാർക്കൊന്നും എന്തെങ്കിലും ഇതിൽ വല്ല റോളുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, മറ്റൊന്നുമില്ല. അപ്പൊ അത് കൃത്യമായ ഉത്തരം അവിടുത്തെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഉത്തരം തന്നെയാണ് നമ്മുടെ ഇപ്പോഴും നിലവിലുള്ള DG ആയാലും RC ആയാലും വൈസ് ചെയർമാൻ ആയാലും ഇന്ത്യ ആയാലും പ്രസിഡന്റ് ആയാലും ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയാലും നമ്മുടെ ഇന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന് ഇന്നലെ വന്ന ആൾ എന്ന നിലയിലല്ല, മറിച്ച് നമ്മളൊരു പാരമ്പര്യമുണ്ട്, ഒരു തുടർച്ചയുണ്ട്. ആ തുടർച്ചയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എവിടെയായിരുന്നു, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സ്ഥാനങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് വരുന്ന 5 വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അതിനകത്ത് ഇന്ന് വന്ന ഈ പുതിയ നമ്മുടെ ഈ യങ് മൈൻസ് പ്രസ്ഥാനത്തിലേക്ക് മാത്രമായിട്ട് വന്ന ആൾക്കാർക്ക് യാതൊരു റോഡും ഇല്ലേ എന്ന് സ്വാഭാവിക ചോദ്യം വരും. ഉണ്ട്, അതിന് ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കഴിവുറ്റ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നതായിരിക്കും എന്ന് നമ്മുടെ ഏരിയ പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറി തുടങ്ങിയ എല്ലാവരും കൃത്യമായ ഉത്തരം അതിന് നൽകിയിട്ടുണ്ട്. അത് പറ്റില്ല, അതൊന്നല്ല രീതി. കാരണം അതിൽ നിങ്ങൾ അഭിമാനിക്കണം. തീർച്ചയായിട്ടും പോവാം. ഫസ്റ്റ് ലേഡി ഓഫ് ദ റീജിയൻ എന്ന രീതിയിൽ എവിടെയും പോകാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഒരു കാര്യം കൂടെ പറയാ, റീജിയണൽ ചെയർമാൻ തൊട്ടടുത്ത സ്പീഡ് ഒരു സംശയമില്ല. നിങ്ങൾക്ക് പോകാം, നിങ്ങൾ ഒന്നിച്ചുണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് അദ്ദേഹത്തിന് 1 വർഷം പൂർണ്ണമായും നിങ്ങളുടെ പരമാവധി സഹകരണം ഉണ്ടാകണം എന്ന് സമുദായം വെച്ചോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരും എല്ലാ സഹകരണവും നൽകുന്നത് നമ്മുടെ ക്ലബ്ബ് മെമ്പർമാരും അഭ്യർത്ഥിച്ചും ഞാൻ വാർത്തക്കുന്നു. ജയ് യങ്സ് മൈൻഡ്. നമ്മുടെ ടൂറ് എല്ലാം പ്ലാൻഡ് ആയിട്ടുള്ളതാണ്. എല്ലാവരും അതിന്റെ സെറ്റിംഗ് ആയി. ഇനി ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൾറെഡി 31 പേര് നമ്മളെ ടൂറിൽ നിലവിലുണ്ട്. ഇപ്പം ഭാഗ്യവശാല് ഫ്ലൈറ്റ് ചാർജ് ലേശം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഇപ്പൊ ഇല്ലാത്തവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടെങ്കിൽ ചെയ്യാം. എന്തായാലും ബിഫോർ ദാറ്റ് നമ്മൾ എന്തായാലും ഈ മന്ത് എൻഡോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ബിഗിനിങ്ങിലോ ഒരു മീറ്റിംഗ്, ടൂർ പാർട്ടിസിപ്പൻസിന്റെ ഒരു മീറ്റിംഗ് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇത്രേ പറയാനുള്ളൂ. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ തലപ്പത്തിലുള്ള ഇലക്ഷനാണോ അല്ല നോമിനേഷനാണോ കൗൺസിലാണോ തീരുമാനിക്കുന്നത്, അതൊക്കെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും അശോകേട്ടനും വേണുവേട്ടനും കൂടെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊരു ഞാൻ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായിട്ട്. കാരണം ഈ പ്രസ്ഥാനത്തിലെ അംഗങ്ങളൊക്കെ ചേർത്ത് നിർത്തുക എന്നുള്ളത് കൂടെ നമ്മളെല്ലാവരും കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അതല്ലാതെ കുറച്ച് പേര് എന്താ പറയുക പണങ്ങി പോവുക, അതൊന്നും ഒരിക്കലും ഒരു നല്ല പ്രവണതയാണ്. പക്ഷെ അത് തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു എന്നിപ്പം വ്യക്തമായി. അപ്പൊ അത് തെറ്റിദ്ധാരണ നീക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഞാനടക്കം എല്ലാവർക്കും അതിനും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എൻ്റെ ഔപചാരികമായ ഇന്നത്തെ മീറ്റിംഗിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ക്ലബിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വരാത്തത് ഇന്നത്തെ സ്പോൺസർമാരായ ശ്രീ മാധവൻ, ശ്രീ ബാലകൃഷ്ണൻ പാലയാടൻ, ഇവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ എൻ്റെ സുഹൃത്ത് സൈമൺ, ഇതെല്ലാം പരിപാടികളൊക്കെ നിയന്ത്രിച്ച സൈമൺ പ്രത്യേകിച്ച് നന്ദി. എനിക്ക് കഴിഞ്ഞിട്ട് ചിട്ടിയുണ്ട് കേട്ടോ, അത് ഇതിൻ്റെ ഭാഗം അല്ലെങ്കിൽ പോലും പറഞ്ഞേക്കാം.
ഇതൊരാളെ ഉദ്ദേശം മാത്രമാണ് പാടിയത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചൊറ